എല്ലാവർക്കും നമസ്കാരം. ഷാഹിർ ബഷീർ ഇവൻ ആരാണെന്നല്ലേ? അതെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇനിയൊരു പെൺകുട്ടികൾക്ക് ഈ ഒരു ചതി വരാൻ പാടില്ല. ഇവൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ചൊക്ലിയാണ്, ചൊക്ലി ഒളവിലും. അവിടെ ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകി ഇവളെ പറ്റിച്ച് വേറൊരു പെൺകുട്ടിയായിട്ട് വിവാഹം ചെയ്യേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുത്തൻ. ഈ ഒരു പേര് ഞാൻ പറയുന്നത് ലവ് ജിഹാദ് എന്നാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക? ഈ പെൺകുട്ടി 2017 മുതൽ ഇവർ രണ്ടാളും സ്നേഹത്തിലാണെന്ന് പറയുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. അതിനുശേഷം മതം മാറിയാൽ മതി എന്ന് പറയുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം മതം മാറിയാൽ മതി എന്ന് പറയുന്നു. ആ പെൺകുട്ടി അതിന് തടസ്സം നിന്ന സമയത്ത് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. അപ്പോൾ എന്തായി ഇതിന്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് ലവ് ജിഹാദല്ലേ? ആ പെൺകുട്ടി ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ചെക്കൻ്റെ ഫോട്ടോ അടക്കം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവനിപ്പം ഖത്തറിലാണ്, അതായത് ഖത്തറിൽ ജോലി നോക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവളോട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതും അതൊന്നും പോരായികെ വേറൊരു പെണ്ണിനെയും കൂടി കല്യാണം കഴിക്കേണ്ടിയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്, എൻഗേജ്മെൻറ്റ്. അതും ആരും അറിയാതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവനെതിരെ പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് അറസ്റ്റ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, ഞങ്ങളല്ലാതെ ഇത് മറ്റാര് ചെയ്യും സഖാക്കളെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ആ ഒരു ചൊല്ല് ഇവൻ സഖാവാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സഖാക്കൾ ഇത് ചപ്പിട്ട് മൂടിയത്. പക്ഷേ എന്തായാലും പെണ്ണിൻ്റെ ഭാഗത്ത് നീതി കിട്ടണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് നീതി വേണം. ആ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നീതി വേണം. ഇതിന് ഞങ്ങൾ പറയുന്നൊരു പേരുണ്ട്, ലവ് ജിഹാദ് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഒരു പെൺകുട്ടീനെ വിവാഹ വാഗ്ദാനം നൽകി, അതായത് പറ്റിച്ചതും പോരാഞ്ഞിട്ട് മറ്റൊരു പെണ്ണിനോടും കൂടിയിട്ട് എൻഗേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താവും എന്നൊന്നും അറിയില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന മാന്യവ്യക്തി നമുക്ക് പറയാൻ പറ്റില്ല. ആ മോനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ആ മോൻ എന്ന് പറയുന്നത് നിങ്ങൾ നല്ല അർത്ഥത്തിൽ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവനെ പറ്റിയിട്ട് ഖത്തറിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള നമ്മളിവിടെയുള്ള ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ ഇവനെതിരെ പരാതിയുണ്ട്. തീർച്ചയായിട്ടും നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നടപടികളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലും നിയമമുണ്ട് എന്നുള്ള കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതിന് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് നീതി വേണം. അത് കിട്ടിയേ തീരും. ഇനിയെങ്കിലും പെൺകുട്ടികളെ ഇങ്ങനെ ചതിക്കുന്ന ഒരു സ്വഭാവം നിർത്തലാക്കുക. ഈ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു കാലത്തും ഇവനെ പോലെയുള്ള ഒരാൾക്കാരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് നീതി വേണം എന്നുള്ള ഇതിൽ എന്തായാലും പോലീസാണ്. ഇപ്പം പിണറായി പോലീസാണല്ലോ. ഈ പിണറായി പോലീസ് ഒന്നും ചെയ്യൂല എന്നറിയാം. ഇതിന് മുകളിലും ആൾക്കാരുണ്ടല്ലോ. ഭരണം തീരുകയാണ്. എന്തായാലും അടുത്ത ഭരണത്തിലെങ്കിലും നമുക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും ജാഗ്രത. ഇതിന് ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയും ലവ് ജിഹാദ് ഇല്ല എന്ന്. ഇതെന്താണ്? ലവ് ജിഹാദ് തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. അഥവാ ഇവൻ മതം മാറിയിട്ടില്ലെങ്കിൽ ഒഴിവാക്കുക, നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുക. പിന്നെ എന്തിനാടെ നീയൊക്കെ സ്നേഹിച്ചത്? ഷാഹിർ ബഷീറെ, പാനമ ഡാഷിൻ്റെ മോനെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിയമത്തിൻ്റെ മുന്നിൽ ഇവനെ കിട്ടുന്നത് വരെ